ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2ലുള്ള ഫസ്റ്റ് പാർട്ടാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇറിഗേഷൻ കനാൽസ് ആൻഡ് കനാൽ അലൈൻമെൻറ്റ്. മൊഡ്യൂൾ 2ൽ നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് പഠിക്കാനുണ്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഇറിഗേഷൻ കനാൽസ്, ഇറിഗേഷൻ കനാൽ, ഡിഫറെൻറ്റ് ഡിസൈൻസ് ഓഫ് ഇറിഗേഷൻ കനാൽസ്, that is Kennedy's theory and Lacy's theory. Then cross drainage works, different types of cross drainage works. Then canal falls, different types of canal falls and canal regulators. ഇത്രയും പോർഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മൊഡ്യൂൾ 2ൽ പഠിക്കാനുള്ളത്. എല്ലാം ഇറിഗേഷൻ കനാൽസിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഡിസൈൻസ് തിയറീസും അതേപോലെ ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ, ഡിഫറെൻറ്റ് കനാൽ ഫാൾസുകളൊക്കെയാണ് ഈ മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Irrigation canals, different classification of irrigation canal and canal alignment. Irrigation canals. What is irrigation canals? A canal is defined as an artificial channel constructed on the ground to carry water from a river or another canal or a reservoir to the field. ഒരു ഇറിഗേഷൻ ഫീൽഡിലേക്ക് വാട്ടർ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ റിവറിന്നോ അതല്ലെങ്കിൽ മറ്റൊരു മെയിൻ കനാലെന്നോ അതല്ലെങ്കിൽ ഒരു റിസർവോയറിന്നോ വാട്ടർ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ചാനൽസിനെയാണ് ഇറിഗേഷൻ കനാൽസ് എന്ന് പറയുന്നത്. ഫോർ ദ പർപ്പസ് ഓഫ് ഇറിഗേഷൻ. കനാൽസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദ ഫോളോയിങ് വേസ് ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് സോഴ്സ് ഓഫ് സപ്ലൈ, ബേസ്ഡ് ഓൺ ദ ഫൈനാൻഷ്യൽ ഔട്ട്പുട്ട് ആൻഡ് ബേസ്ഡ് ഓൺ ദ ഫങ്ഷൻ ഓഫ് കനാൽ, ബേസ്ഡ് ഓൺ ദ ബൗണ്ടറി സർഫസ് ഓഫ് കനാൽ and based on the discharge and based on canal alignment. Based on the nature of source of supply, വാട്ടർ എടുക്കുന്ന സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് കനാൽ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു പെർമനൻറ്റ് കനാൽ ആൻഡ് ഇനണ്ടേഷൻ കനാൽ. പെർമനൻറ്റ് കനാൽ, it is fed by continuous source of water supply and also called perennial canals. It has permanent masonry works for regulation and distribution of supplies. പെർമനൻറ്റ് കനാൽ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള മാസണറി സ്ട്രക്ചേഴ്സ്, ഡാംസ്, റിസർവോയേഴ്സ് ഒക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ ഉണ്ടാവും. എപ്പോഴും എല്ലാ സമയത്തും വാട്ടർ സപ്ലൈ ഉണ്ടാവും. ഓൾസോ കോൾഡ് പെർനിയൽ കനാൽസ്. നമ്മൾ പെർനിയൽ റിവേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഒരു കാലത്തും വറ്റാത്ത റിവേഴ്സാണ് പെർനിയൽ റിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കനാൽസിനെയാണ് പെർമനൻറ്റ് കനാൽ എന്ന് പറയുന്നത്, എപ്പോഴും വാട്ടർ സപ്ലൈ ഉണ്ടാവുന്ന കനാൽസ്. ദെൻ ഇനണ്ടേഷൻ കനാൽ യൂഷ്വലി ഡ്രോ ദ സപ്ലൈസ് ഫ്രം എ റിവർ ഓൺലി ഡ്യൂറിങ് ദ ഹൈ സ്റ്റേജസ് ഓഫ് ദ റിവർ. അതായത് ഹൈ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ ഫ്ലഡിൻ്റെ സമയത്ത് ഒരുപാട് വാട്ടർ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത്തരം കനാലിലേക്ക് വാട്ടർ എടുക്കുന്നുള്ളൂ, സോഴ്സിൽ നിന്ന് വാട്ടർ എടുക്കുന്നുള്ളൂ. They are not provided with any headworks for the diversion of river water to the canal. However, they are provided with canal head regulator. ഒരു റിവറിന് അക്രോസ് ആയിട്ട് ഡൈവേർഷൻ ഹെഡ് വർക്കുകളൊന്നും ഇത്തരം കനാൽസിന് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നില്ല. ബട്ട് കനാൽസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നതായിട്ടുള്ള കനാലിലേക്കുള്ള വാട്ടർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡ് റെഗുലേറ്റേഴ്സ് ഇത്തരം കനാൽസിന് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ഫൈനാൻഷ്യൽ ഔട്ട്പുട്ട്. Based on financial output, canals are classified into two: productive canal and protective canal. Productive canals are those which yield a net revenue to the nation after full development of irrigation in the area. ആ ഒരു ഏരിയയിൽ കനാൽസിൻ്റെ ഫുൾ ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ഒരു റവന്യൂ, ഒരു ഇൻകം ഉണ്ടാകുന്ന തരം കനാൽസിനെയാണ് പ്രൊഡക്റ്റീവ് കനാൽസ് എന്ന് പറയുന്നത്. ഇറിഗേഷൻ വർക്കിലൂടെ ഇറിഗേഷൻ ക്രോപ്പുകളിൽ നിന്നുള്ള വരുമാനം, അത്തരം കനാൽസിനെയാണ് പ്രൊഡക്റ്റീവ് കനാൽ എന്ന് പറയുന്നത്. ദെൻ പ്രൊട്ടക്റ്റീവ് കനാൽ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് എ പെർട്ടിക്കുലർ ഏരിയ ഫ്രം ഡ്രോട്ട്. വരൾച്ചയെന്നൊക്കെ വാട്ടർ സ്കാർസിറ്റിയുള്ള ഏരിയകളിലേക്ക് വാട്ടറിന് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റീവ് കനാൽസ് യൂസ് ചെയ്യുന്നത്. അതൊന്നൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻകം ഉണ്ടാവില്ല, രാജ്യത്തിനൊരു വരുമാനമോ റവന്യൂ ഒന്നും ഉണ്ടാവുന്നില്ല. ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രോട്ടിൽ നിന്ന് വരൾച്ചയിൽ നിന്ന് ഒരു ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കനാലാണ് പ്രൊട്ടക്റ്റീവ് കനാൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ഫങ്ഷൻ ഓഫ് കനാൽ. കനാലിൻ്റെ ഫങ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് കനാൽ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു ഇറിഗേഷൻ കനാൽ, നാവിഗേഷൻ കനാൽ, പവർ കനാൽ, ഫീഡർ കനാൽ, കാരിയർ കനാൽ. ഇറിഗേഷൻ കനാൽ ക്യാരീസ് വാട്ടർ ഫ്രം ഇറ്റ്സ് സോഴ്സ് ടു അഗ്രികൾച്ചറൽ ഫീൽഡ്. അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്ന കനാൽസിനെയാണ് ഇറിഗേഷൻ കനാൽസ് എന്ന് പറയുന്നത്. ദെൻ നാവിഗേഷൻ കനാൽസ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സ്.
ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടിന് യൂസ് ചെയ്യുന്ന കനാൽസിനെയാണ് നാവിഗേഷൻ കനാൽ എന്ന് പറയുന്നത്, ഫോർ ദ പർപ്പസ് ഓഫ് നാവിഗേഷൻ. ആൻഡ് പവർ കനാൽ യൂസ്ഡ് ടു ക്യാരി വാട്ടർ ഫോർ ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടർ സപ്ലൈ കൊടുക്കാൻ ഉപയോഗിക്കുന്ന കനാൽസിനെയാണ് പവർ കനാൽ എന്ന് പറയുന്നത്. ദെൻ ഫീഡർ കനാൽ, ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ദ ഐഡിയ ഓഫ് ഫീഡിങ് 2 or more കനാൽസ്. ഡിസ്ട്രിബ്യൂട്ടറി കനാൽ അല്ലെങ്കിൽ ബ്രാഞ്ചഡ് കനാൽസിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കനാൽസിനാണ് ഫീഡർ കനാൽ എന്ന് പറയുന്നത്. അത് ഡയറക്റ്റായിട്ട് ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നില്ല. ദെൻ കരിയർ കനാൽ, എ കരിയർ കനാൽ ബിസൈഡ്സ് ഡൂയിങ് ഇറിഗേഷൻ ക്യാരീസ് വാട്ടർ ഫോർ അനദർ കനാൽ. ഇറിഗേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മറ്റ് കനാൽസിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന കനാൽസിനെയാണ് കരിയർ കനാൽസ് എന്ന് പറയുന്നത്. വാട്ടർ ക്യാരി ചെയ്യുന്നതിൻ്റെ കൂടെ ഇറിഗേഷൻ പർപ്പസ് കൂടെ അത് നിർവഹിക്കുന്നുണ്ട്. അത്തരം കനാൽസിനെയാണ് കരിയർ കനാൽ എന്ന് പറയുന്നത്. ദെൻ ബേസ്ഡ് ഓൺ ദ ബൗണ്ടറി സർഫസ് ഓഫ് കനാൽ, ബൗണ്ടറി സർഫസിനെ ബേസ് ചെയ്തുകൊണ്ട് കനാൽ ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു അല്ലൂവിയൽ കനാൽ, നോൺ അല്ലൂവിയൽ കനാൽ, റിജിഡ് ബൗണ്ടറി കനാൽ. അല്ലൂവിയൽ കനാൽ ഈസ് എക്സ്കവേറ്റഡ് ഇൻ അല്ലൂവിയൽ സോയിൽ സച്ച് ആസ് സിൽറ്റ്. അല്ലൂവിയൽ സോയിലൂടെ കൺസ്ട്രക്ട് ചെയ്യുന്ന കനാൽസിനെയാണ് അല്ലൂവിയൽ കനാൽ എന്ന് പറയുന്നത്. അല്ലൂവിയൽ സോയിലിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് കനാൽ ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ചെറിയ പോർഷൻസ് ഇറോഡ് ചെയ്യുകയും അത് വാട്ടർ ഫ്ലോൻ്റെ കൂടെ ഡൗൺ സ്ട്രീമിലേക്ക് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്ന ടൈപ്പ് സോയിലെയാണ് അല്ലൂവിയൽ സോയിൽ എന്ന് പറയുന്നത്. നോൺ അല്ലൂവിയൽ കനാൽ, ഇറ്റ് ഈസ് എക്സ്കവേറ്റഡ് ഇൻ നോൺ അല്ലൂവിയൽ സോയിൽ സച്ച് ആസ് ക്ലേ, ഹാർഡ് സോയിൽ, റോക്ക്. ഹാർഡ് സോയിൽ, റോക്ക്, ക്ലേ പോലത്തെ സോയിലിൽ കൂടെ അല്ലെങ്കിൽ സർഫസിലൂടെ എക്സ്കവേറ്റ് ചെയ്യുന്ന കനാലിനെയാണ് നോൺ അല്ലൂവിയൽ കനാൽ എന്ന് പറയുന്നത്. അതായത് കനാൽ ബെഡ് സർഫസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കനാൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ റിജിഡ് ബൗണ്ടറി കനാൽ, ദോസ് വിച്ച് ഹാവ് റിജിഡ് ബേസ് സച്ച് ആസ് എ ലൈൻഡ് കനാൽ. സർഫസ് ട്രീറ്റ് ചെയ്തിരിക്കുന്ന, ലൈനിങ് ചെയ്തിരിക്കുന്ന, കോൺക്രീറ്റ് കൊണ്ടോ അതല്ലെങ്കിൽ മാസണറി കൊണ്ടോ ഒക്കെ ലൈനിങ് ചെയ്തിരിക്കുന്ന ടൈപ്പ് കനാലാണ് റിജിഡ് ബൗണ്ടറി കനാൽ എന്ന് പറയുന്നത്. അതിൻ്റെ ബൗണ്ടറി വളരെ റിജിഡ് ആയിരിക്കും, സ്ട്രോങ് ആയിരിക്കും, അതിൽ ഇറോഷൻസ് ഒന്നും ഉണ്ടാവില്ല. അത്തരം കനാൽസാണ് റിജിഡ് ബൗണ്ടറി കനാൽ എന്ന് പറയുന്നത്. ദെൻ ബേസ്ഡ് ഓൺ ദ ഡിസ്ചാർജ്, വാട്ടർ എത്രത്തോളം വാട്ടർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് കനാൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മെയിൻ കനാൽ, ക്യാരീസ് വാട്ടർ ഡയറക്ട്ലി ഫ്രം ദ റിവർ ഓർ റിസർവോയർ, ക്യാരീസ് ഹെവി supplies and is not used for direct irrigation, act as water carriers to feed supplies to branch canals and major distributaries. അതായത് ഡയറക്റ്റായിട്ട് ഇറിഗേഷൻ പർപ്പസിന് യൂസ് ചെയ്യുന്നില്ല. അത് മെയിനായിട്ടുള്ള വാട്ടർ സോഴ്സസ് നിന്ന്, റിവർ ഓർ റിസർവോയർ നിന്ന് വാട്ടർ ക്യാരി ചെയ്യുന്ന കനാൽസാണ് ടു ദ ഡിസ്ട്രിബ്യൂട്ടറീസ് ഓർ ബ്രാഞ്ചഡ് കനാൽസ്. ബ്രാഞ്ചഡ് കനാൽസിലേക്കും ഡിസ്ട്രിബ്യൂട്ടറീസിലൊക്കെ വാട്ടർ ക്യാരി ചെയ്യുന്ന കനാൽസിനെയാണ് മെയിൻ കനാൽ എന്ന് പറയുന്നത്. അത് ദാറ്റ് ഹാവിങ് ഹെവി സപ്ലൈസ്, ഡിസ്ചാർജ് വളരെ കൂടുതലായിരിക്കും മെയിൻ കനാൽസ്. ദെൻ ബ്രാഞ്ച് കനാൽസ്, ബ്രാഞ്ചസ് ഓഫ് മെയിൻ കനാൽ ടേക്കിംഗ് ഓഫ് ഐദർ ഡയറക്ഷൻ. മെയിൻ കനാലിൽ നിന്ന് വരുന്ന ബ്രാഞ്ചസിനെയാണ് ബ്രാഞ്ച് കനാൽസ് എന്ന് പറയുന്നത്. രണ്ട് ഡയറക്ഷനിലേക്കും, മെയിൻ കനാലിൽ നിന്ന് രണ്ട് ഡയറക്ഷനിലേക്കും വാട്ടറിനെ കൊണ്ടുപോകുന്ന കനാൽസിനെയാണ് ബ്രാഞ്ച് കനാൽ എന്ന് പറയുന്നത്. ദേ ആർ യൂഷ്വലി ആക്ട് ആസ് ഫീഡർ ചാനൽസ് ഫോർ മേജർ ആൻഡ് മൈനർ ഡിസ്ട്രിബ്യൂട്ടറീസ്. മേജർ ഡിസ്ട്രിബ്യൂട്ടറി കനാൽസിനും മൈനർ ഡിസ്ട്രിബ്യൂട്ടറി കനാൽസിനും വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ത്രൂ ബ്രാഞ്ച് കനാൽസാണ്. ദേ യൂഷ്വലി ക്യാരി എ ഡിസ്ചാർജ് ഓവർ 5 cumecs, 5 meter cube per second വാട്ടർ അത് ക്യാരി ചെയ്യുന്നുണ്ട്. Then major distributary, they take off from branch canals and their discharge is generally lesser than branch canals. They are real irrigation canals in the sense that they supply water for irrigation to the field through outlets provided along them, and their discharge varies from 0.25 cumecs to 5 cumecs. മേജർ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് കനാൽസ് നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന കനാൽസിനെയാണ് മേജർ ഡിസ്ട്രിബ്യൂട്ടറി കനാൽ എന്ന് പറയുന്നത്. അതാണ് ദേ ആർ ദ റിയൽ ഇറിഗേഷൻ കനാൽസ്. അത് ഡയറക്റ്റായിട്ട് ഇറിഗേഷൻ ഫീൽഡിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നു ത്രൂ ഔട്ട്ലെറ്റ്സ് പ്രൊവൈഡഡ് അലോങ് ദം, ആൻഡ് ഇറ്റ് ഹാവിങ് എ ഡിസ്ചാർജ് ഓഫ് 0.25 cumecs to 5 cumecs. And the minor distributary take off from branch canal or from distributaries, major distributaries. ബ്രാഞ്ച് കനാലിൽ നിന്നും മേജർ ഡിസ്ട്രിബ്യൂട്ടറീസ് നിന്നൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന കനാൽസിനെയാണ് മൈനർ ഡിസ്ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. മേജർ ഡിസ്ട്രിബ്യൂട്ടറിനെക്കാട്ടിലും സൈസ് കുറവായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ചാർജ് കുറവായിട്ടുള്ള ചാനൽസാണ്. ഡിസ്ചാർജ് ഇസ് യൂഷ്വലി ലെസ് ദാൻ 0.25 cumecs and they supply water to the water courses. വാട്ടർ കോഴ്സസിലേക്കാണ് സപ്ലൈ ചെയ്യുന്നത്. വാട്ടർ കോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്രികൾച്ചറൽ ഫീൽഡിലൊക്കെ ജസ്റ്റ് എർത്തനായിട്ട് നമ്മൾ വാട്ടർ ഒഴുകാൻ വേണ്ടിയിട്ട് ചാലുകൾ കീറുന്നില്ലേ,
അത്തരം ചാലുകൾക്കാണ് വാട്ടർ കോഴ്സസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ടർ കോഴ്സ് ഈസ് എ ഫീൽഡ് ചാനൽ വിച്ച് അൾട്ടിമേറ്റ്ലി ഫീഡ്സ് ദ വാട്ടർ ടു ദ ഇറിഗേഷൻ ഫീൽഡ്. അവസാനമായിട്ട് ഈ വാട്ടർ കോഴ്സസ് എന്നാണ് ഇറിഗേഷൻ ഫീൽഡുകൾക്ക് വാട്ടർ കിട്ടുന്നത്. Then last classification based on canal alignment. Based on canal alignment, canals are classified into 3: ridge canal, contour canal and side slope canal. Before going to the classification, we should know what are the factors considered while aligning a canal. A canal has to be aligned in such a way that it covers the entire area proposed to be irrigated with shortest possible length and minimum cost of cross drainage work. രണ്ട് കാര്യങ്ങളാണ് കനാൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, the length of canal should be minimum as possible or length should be shortest as possible, and the cost for cross drainage work should be minimum. അതായത് എ ഷോർട്ടർ ലെങ്ത് ഓഫ് കനാൽ എൻഷുവേഴ്സ് ലെസ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ആൻഡ് സ്മോളർ ലോസ് ഓഫ് ഡിസ്ചാർജ് ഡ്യൂ ടു ദ സീപ്പേജ് ആൻഡ് ഇവാപ്പറേഷൻ. കനാലിൻ്റെ ലെങ്ത്ത് എത്രത്തോളം ഷോർട്ടസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും ഷോർട്ടസ്റ്റ് ആക്കണം. കാരണം ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ലോസ് ഓഫ് ഹെഡ് കൂടും. ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ, കനാലിൻ്റെ സർഫസിലുള്ള ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ലോസ് ഓഫ് ഹെഡ്, അതേപോലെ സീപ്പേജ് കാരണവും ലീക്കേജ് കാരണവും ഒക്കെ ഉണ്ടാകുന്ന ലോസ് ഓഫ് ഹെഡ്. അപ്പോൾ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ലോസ് ഓഫ് ഹെഡ് കൂടും. ലെങ്ത്ത് ഷോർട്ടസ്റ്റ് ആണെങ്കിൽ ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ച് ലോസ് ഓഫ് ഹെഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതേപോലെ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഇവാപ്രേഷൻ കാരണം ഉണ്ടാകുന്ന ലോസ് ഓഫ് ഹെഡും കുറയ്ക്കാൻ പറ്റും. ദെൻ വിത്ത് മിനിമം കോസ്റ്റ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. എന്താണ് ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ? കനാൽസ്, ചില കേസസുകളിൽ കനാൽസ് അക്രോസ് ആയിട്ട് ഡ്രെയിനേജുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കനാൽ വാട്ടറും ഡ്രെയിനേജ് വാട്ടറും മിക്സ് ചെയ്യരുത്. അപ്പോൾ ഐദർ കനാൽ ഷുഡ് ഫ്ലോ എബോവ് ദ ഡ്രെയിനേജ് ഓർ ബിലോ ദ ഡ്രെയിനേജ്. ഒന്നെങ്കിൽ ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടെ കനാൽ റൺ ചെയ്യിക്കണം, അതല്ലെങ്കിൽ താഴെ കൂടെ കനാൽ റൺ ചെയ്യിക്കണം വിത്തൗട്ട് മിക്സിങ് ദ ബോത്ത് വാട്ടേഴ്സ്. ഡ്രെയിനേജ് വാട്ടറും കനാൽ വാട്ടറും മിക്സ് ചെയ്യാത്ത രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ വരുന്ന സമയത്ത് ഈ ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി മാസണറി കൺസ്ട്രക്ഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻസ് വേണ്ടി വരും. ഡ്രെയിനേജിൻ്റെ മുകളിൽ കൂടെ കനാൽസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പില്ലേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ കനാലിൻ്റെ മുകളിൽ കൂടെ ഡ്രെയിനേജ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പില്ലേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് കൂടും. അപ്പോൾ കൂടുതൽ ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ വരുന്ന സമയത്ത് കോസ്റ്റും കൂടും. അപ്പോൾ കനാൽ അലൈൻ ചെയ്യുന്ന സമയത്ത് മിനിമം ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ വരുന്ന രീതിയിൽ കനാൽസ് അലൈൻ ചെയ്യണം. According to alignment of canals may be divided into 3 or classified into 3: ridge canal, contour canal and side slope canal. First one, ridge canal. The canal which is aligned along any natural watershed or ridge line is called a watershed canal or a ridge canal. വാട്ടർഷെഡിന് അലോങ് ആയിട്ട് കനാൽസ് അലൈൻ ചെയ്യുന്നതിനെയാണ് റിഡ്ജ് കനാൽ അല്ലെങ്കിൽ വാട്ടർഷെഡ് കനാൽസ് എന്ന് പറയുന്നത്. എന്താണ് ഒരു വാട്ടർഷെഡ്? ഇതൊരു ടിപ്പിക്കൽ വാട്ടർഷെഡിൻ്റെ ഫിഗറാണ്. വാട്ടർഷെഡ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഏരിയയിൽ വരുന്ന റെയിൻഫാൾസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ടു ദ ഡൗൺ സ്ട്രീം ഏതെങ്കിലും ഒരു റിവറിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനാണ് ഇതിൻ്റെ വാട്ടർഷെഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ റെയിൻഫാൾ റൺ ചെയ്യുന്ന ആ ഒരു ഡയറക്ഷനാണ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ കനാൽസ് അലൈൻ ചെയ്യാം, അതിന് പാരലായിട്ട് കനാൽസ് അലൈൻ ചെയ്യാം. അപ്പോൾ റിവറിൻ്റെ ഡയറക്ഷനൊക്കെ ഈ ഒരു ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ഡയറക്ഷനിൽ കനാൽസ് അലൈൻ ചെയ്യുന്നതിനെയാണ് റിഡ്ജ് കനാൽ ഓർ വാട്ടർഷെഡ് കനാൽ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗറിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ കോണ്ടൂർ ലൈൻസ് കാണാം. കോണ്ടൂർ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ലൈൻ കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു 86 ലൈൻ സൂചിപ്പിക്കുന്നത് ആ ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം 86 ആണ് എലിവേഷൻ. അതായത് മീൻ സീ ലെവലിൽ നിന്ന് 86 മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. ദെൻ 88, 90, 92, 94 അങ്ങനെ എലിവേഷൻസ് കൂടി വരുന്നത് കാണാം. അപ്പോൾ ഇവിടെ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നത് കാണാം. റിവറിൽ നിന്ന് നമ്മളൊരു കനാൽസ് റൺ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ മെയിൻ കനാൽ ഒരു റിഡ്ജ് കനാൽ കാണാം. അപ്പോൾ നാച്ചുറൽ റൺ ഓഫിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിലാണ്. റിവർ ഫ്ലോ ചെയ്യുന്നത് ബൈ ഗ്രാവിറ്റിയാണ്. അപ്പോൾ നാച്ചുറൽ റൺ ഓഫ് ഓർ വാട്ടർ ഷെഡിൻ്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനാണ്. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് റിഡ്ജ് കനാൽ നമ്മൾ അലൈൻ ചെയ്യുന്നത്. അപ്പോൾ റിഡ്ജ് കനാലിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും?
Aligning a canal on the ridge ensures gravity irrigation on both sides of the canal. അപ്പോൾ ഗ്രാവിറ്റി വേറെ ഒരു ഫോഴ്സ് ഒന്നും ആവശ്യമില്ല, ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ട് തന്നെ വാട്ടർ ഫ്ലോ കനാലിലുള്ള വാട്ടർ ഫ്ലോ ഒക്കർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് സൈഡിലേക്കും കനാലിൻ്റെ രണ്ട് സൈഡിലേക്കും ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. ബോത്ത് റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലുള്ള ഫീൽഡിലേക്കും കനാലിൽ നിന്ന് വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. Since no drainage can cross a watershed, the construction of cross drainage works are obviated. അതായത് ഡ്രെയിനേജിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡ്രെയിനേജിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അലോങ് ദ ഗ്രാവിറ്റി എന്നാണ്. ഹയർ പ്ലേസസിൽ നിന്ന് ലോവർ പ്ലേസസിലേക്കാണ് ഡ്രെയിനേജ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡയറക്ഷന് പാരലായിട്ട് തന്നെയാണ് റിഡ്ജ് കനാലും വരുന്നത്. ഡ്രെയിനേജ് ഫ്ലോൻ്റെ അതേ പാരലായിട്ട് തന്നെയാണ് റിഡ്ജ് കനാലും വരുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള രണ്ടും തമ്മിൽ ക്രോസ് സെക്ഷൻ വരുന്നില്ല. ഓർ ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. So, since no drainage can cross a watershed, the construction of cross drainage works are obviated, and this canal supply water on both sides and thus large area may be taken under cultivation. അപ്പോൾ ഒരു ലാർജ് ഏരിയയിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യാൻ പറ്റും. ലാർജ് ഏരിയ എന്ന് ഉദ്ദേശിക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഏരിയയും ലെഫ്റ്റ് സൈഡിലുള്ള ഏരിയയും ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലാർജ് ഏരിയ ഓഫ് കൾട്ടിവേഷൻ പോസിബിൾ ആണ്. It is the best irrigation canal and most economical, but suitable only for plain area, not for hilly area. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കനാൽ എന്ന് പറയുന്നത് റിഡ്ജ് കനാലാണ്. ബിക്കോസ് ഇറ്റ് കവേഴ്സ് ലാർജ് ഏരിയ ആൻഡ് ഓൾസോ നോ നീഡ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ക്രോസ് ഡ്രെയിനേജ് വർക്കിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ലാർജ് ഏരിയയിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യാനും പറ്റും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹില്ലി ഏരിയ. ഹില്ലി ഏരിയയിൽ എന്താണെന്ന് വെച്ചാൽ സ്റ്റീപ്പ് സ്ലോപ്പാണ്, വളരെ കൂടുതലായിട്ടുള്ള സ്ലോപ്പാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫ്ലോ വരുന്ന സമയത്ത് ഫ്ലോ അൺകൺട്രോളബിൾ ആയിരിക്കും, ഒരുപാട് എനർജി ലോസസുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഹില്ലി ഏരിയാസിൽ നമ്മൾ റിഡ്ജ് കനാൽ യൂസ് ചെയ്യാറില്ല. പ്ലെയിൻ ഏരിയയിലാണ് റിഡ്ജ് കനാൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കനാൽ ഈസ് കോണ്ടൂർ കനാൽ. കോണ്ടൂർ ലൈൻ എന്താണെന്ന് പറഞ്ഞു? ഇമാജിനറി ലൈൻ കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ. ഒരേ എലിവേഷൻസ് ഉള്ള പോയിൻറ്റുകൾ കണക്ട് ചെയ്യുന്ന ലൈൻസിനെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോണ്ടൂർ ലൈൻസിന് പാരലായിട്ട് അലൈൻ ചെയ്യുന്ന കനാൽസിനെയാണ് കോണ്ടൂർ കനാൽ എന്ന് പറയുന്നത്. എ ചാനൽ ഓർ കനാൽ അലൈൻഡ് നിയർലി പാരലൽ ടു ദ കോണ്ടൂർസ് ഓഫ് ദ ഏരിയ ഈസ് കോൾഡ് എ കോണ്ടൂർ കനാൽ. ഇൻ ഹില്ലി ഏരിയാസ് കോണ്ടൂർ കനാൽസ് ആർ മോർ പ്രിഫേർഡ് ദാൻ റിഡ്ജ് കനാൽ. ഇപ്പോൾ ഹില്ലി ഏരിയാസിൽ കോണ്ടൂർ കനാൽസാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഹില്ലി ഏരിയാസിൽ നമുക്ക് ഇതേപോലെ ഒരു ഹില്ലാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഓരോ ലെവലിലും ഓരോ കോണ്ടൂർ ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഒരു കോണ്ടൂർ ആയിരിക്കും, ഈ ഒരു പോയിൻറ്റിൽ എല്ലാ പോയിൻറ്റ്സും ഈക്വൽ എലിവേഷൻ ആയിരിക്കും. അങ്ങനെ ഈ ഒരു പോയിൻ്റ് വരികയാണെങ്കിൽ ഇങ്ങനെ ഈക്വൽ എലിവേഷൻ കോണ്ടൂർ ലൈൻ ഇങ്ങനെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ റൗണ്ടഡ് ആയിട്ടാണ് കോണ്ടൂർ ലൈൻസ് വരുന്നത്. അപ്പോൾ അലോങ് ദിസ് കോണ്ടൂർ ലൈൻ അലോങ് ആയിട്ട് കനാൽസ് റൺ ചെയ്യുക. അപ്പോൾ മുകളിൽ നിന്നൊരു കനാൽ വരികയാണെങ്കിൽ ലോങ് ആയിട്ട് കനാൽസ് ഇങ്ങനെ റൺ ചെയ്ത് പോകും. ചെറിയ സ്ലോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കനാൽസ് അലോങ് ദ കോണ്ടൂർ ലൈൻസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹില്ലി ഏരിയാസിൽ റിഡ്ജ് കനാലിനെ അപേക്ഷിച്ച് കോണ്ടൂർ കനാൽസാണ് പ്രൊവൈഡ് ചെയ്യാറ്. എ കോണ്ടൂർ കനാൽ ഇറിഗേറ്റ്സ് ഓൺലി ഓൺ വൺ സൈഡ് ബിക്കോസ് ദ ഏരിയ ഓൺ ദ അതർ സൈഡ് ഈസ് ഹയർ. അപ്പോൾ ഹില്ലി ഏരിയാസിൽ ഹില്ലിൻ്റെ സൈഡിൽ കൂടെ കനാൽ റൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്, മുകളിലത്തെ ഒരു സൈഡ് ഹയർ ലെവലിലായിരിക്കും. ആ ഒരു ഹയർ ലെവലിലേക്ക് നമുക്ക് വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ചിട്ടാണ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഹയർ ലെവലും മറ്റൊരു ഭാഗത്ത് ലോവർ ലെവലായിരിക്കും. അപ്പോൾ ലോവർ ലെവലിലേക്ക് മാത്രമേ, അതായത് വൺ സൈഡിലേക്ക് മാത്രമേ വാട്ടർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു കോണ്ടൂർ കനാലിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ദ കോണ്ടൂർ കനാൽ ഡസ് നോട്ട് ഫോളോ ദ സെയിം കോണ്ടൂർ ഓൾ അലോങ്. ഒരേ കോണ്ടൂറിൽ തന്നെയല്ല എപ്പോഴും ഫ്ലോ ചെയ്യുന്നത്. ബട്ട് കോണ്ടൂർ മാറി വരും. മുകളിലത്തെ കോണ്ടൂറിന് നെക്സ്റ്റ് സെക്കൻഡ് കോണ്ടൂറിലേക്ക് വരും. അതിന് നമ്മൾ ചെറിയൊരു സ്ലോപ്പ് കൊടുക്കണം. ടു ഇനേബിൾ ദ വാട്ടർ ടു ഫ്ലോ ബൈ ഗ്രാവിറ്റി സം സർഫസ് സ്ലോപ്പ് ഈസ് ഗിവൺ. ചെറിയ സ്ലോപ്പ് കൊടുത്തുകൊണ്ട് മുകളിലത്തെ കോണ്ടൂറിന് നെക്സ്റ്റ് കോണ്ടൂറിലേക്ക് ഇങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് കോണ്ടൂർ ലൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു 88, 89 ഇങ്ങനെ കോണ്ടൂർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോണ്ടൂർ ലൈനിന് പാരലായിട്ടാണ് കനാൽ റൺ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം കോണ്ടൂർ കനാൽ കാണാം. അപ്പോൾ ഇവിടെയുള്ള 100 എന്ന് പറഞ്ഞ കോണ്ടൂർ ലൈന് ഓൾമോസ്റ്റ് പാരലായിട്ടാണ് കോണ്ടൂർ കനാൽ പോകുന്നത്. റിവർ എന്നാണ് കനാലിൻ്റെ വാട്ടർ എടുക്കുന്നത്. മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ റിവറാണ്. റിവറിൽ നിന്ന് വാട്ടർ എടുക്കുന്നു.
കോണ്ടൂർ കനാലിൽ നിന്ന് ദെൻ റിഡ്ജ് കനാലിലേക്ക് വരികയാണ് ചെയ്യുന്നത്. Then third type of canal, side slope canal. A side slope canal is that which is aligned at right angles to the contour, that is along the side slope. കോണ്ടൂറിന് റൈറ്റ് ആംഗിൾ ആയിട്ട് അലൈൻ ചെയ്യുന്ന, പെർപെൻഡിക്കുലർ ആയിട്ട് അലൈൻ ചെയ്യുന്ന കനാൽസിനെയാണ് സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറയുന്നത്. സിൻസ് സച്ച് എ കനാൽ റൺസ് റഫ്ലി അറ്റ് പാരലൽ ടു ദ നാച്ചുറൽ ഡ്രെയിനേജ് ഫ്ലോ ബട്ട് നോട്ട് ഓൺ വാട്ടർഷെഡ് ഓർ വാലി. ഈ കോണ്ടൂറിന് പാരലൽ ആണെങ്കിൽ, കോണ്ടൂറിന് പെർപെൻഡിക്കുലർ ആണ്. കോണ്ടൂറിന് പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന സമയത്ത് പാരലൽ ടു ദ ഡ്രെയിനേജ് ആണ്, ഡ്രെയിനേജിന് പാരലൽ ആണ്. അതേപോലെ തന്നെ റിഡ്ജ് കനാലിനും പാരലൽ ആണ്. ബട്ട് റിഡ്ജ് കനാൽ റൺ ചെയ്യുന്നത് വാലി കൂടെ ആയിരിക്കും, വാട്ടർ ഷെഡിലൂടെ അല്ലെങ്കിൽ ഒരു വാലിയിൽ കൂടെയാണ് റിഡ്ജ് കനാൽ റൺ ചെയ്യുന്നത്. ബട്ട് സൈഡ് സ്ലോപ്പ് കനാൽ റൺ ചെയ്യുന്നത് ഒരു സൈഡ് സ്ലോപ്പിലൂടെയാണ്. അതല്ലെങ്കിൽ അത് വാട്ടർ ഷെഡിലൂടെയോ അല്ലെങ്കിൽ വാലിയിലൂടെയോ അല്ല സൈഡ് സ്ലോപ്പ് കനാൽ റൺ ചെയ്യുന്നത്. രണ്ടും ഒരേപോലെ തന്നെയാണ്, ബൈ ഗ്രാവിറ്റി തന്നെയാണ് റൺ ചെയ്യുന്നത്. മെയിൻ റിഡ്ജ് കനാൽ പോലെ തന്നെയാണ് സൈഡ് സ്ലോപ്പ് കനാലും. ബട്ട് സൈഡ് സ്ലോപ്പ് കനാൽ റൺ ചെയ്യുന്നത് അലോങ് ദ വാട്ടർ ഷെഡ് ഓർ അലോങ് ദ വാലി ഒരു വാലിയിൽ കൂടെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ സൈഡ് സ്ലോപ്പ് കനാലിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് യൂഷ്വലി ഡസ് നോട്ട് ഇൻ്റർസെപ്റ്റ് ഡ്രെയിനേജ് ചാനൽസ്. റിഡ്ജ് കനാൽ പോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് ഇൻ്റർസെപ്റ്റ് ഡ്രെയിനേജ് ചാനൽസ്, ദസ് അവോയ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് സ്ട്രക്ചേഴ്സ്. It has very steep bed slope since the direction of steepest slope of the ground is at right angles to the contour. കോണ്ടൂറിന് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് സൈഡ് സ്ലോപ്പ് കനാൽ റൺ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സ്റ്റീപ്പ് സ്ലോപ്പ് ആയിരിക്കും, സ്ലോപ്പ് വളരെ കൂടുതലായിരിക്കും. ഒരു കോണ്ടൂറിന് നെക്സ്റ്റ് കോണ്ടൂറിലേക്ക് വരുന്ന സമയത്ത് ലെവൽ മാറുന്നുണ്ട്. അപ്പോൾ കോണ്ടൂറിന് പെർപെൻഡിക്കുലറായിട്ട് പോകുകയെന്ന് പറയുന്നത് ലെവൽ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്റ്റീപ്പായിരിക്കും, സ്റ്റീപ്പ് സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് 3 ടൈപ്സ് ഓഫ് കനാൽസ് ബേസ്ഡ് ഓൺ ദ അലൈൻമെൻറ്റ്. റിഡ്ജ് കനാൽ റണ്ണിങ് അലോങ് ദ വാട്ടർ ഷെഡ്, കോണ്ടൂർ കനാൽ റണ്ണിങ് പാരലൽ ടു ദ കോണ്ടൂർ ലൈൻ, ആൻഡ് സൈഡ് സ്ലോപ്പ് കനാൽ റണ്ണിങ് പെർപെൻഡിക്കുലർ ടു ദ കോണ്ടൂർ കനാൽ. നെക്സ്റ്റ്, ജനറൽ കൺസിഡറേഷൻ ഫോർ കനാൽ അലൈൻമെൻറ്റ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കനാൽ അലൈൻ ചെയ്യുന്ന സമയത്തുള്ള ജനറൽ കൺസിഡറേഷൻസ്. ദ അലൈൻമെൻറ്റ് ഓഫ് കനാൽ ഷുഡ് ബി സച്ച് ആസ് ടു എൻഷുർ the most economical way of distributing the water to the land. കനാൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഫോർ കൺസ്ട്രക്ഷൻ വളരെ കുറവായിരിക്കണം, അതാണ് മോസ്റ്റ് എക്കണോമിക്കൽ വേ എന്ന് പറയുന്നത്. ആൻഡ് ഹൈ കമാൻഡ് ഏരിയ ആസ് പോസിബിൾ. ഇത്രയും മാക്സിമം ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമം ഏരിയാസിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യണം. ദെൻ മിനിമം നമ്പർ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ മിനിമം വരുന്ന രീതിയിൽ അലൈൻ ചെയ്യണം. അതായത് ഡ്രെയിനേജുകൾ അലോങ് ദ കനാൽ ഫ്ലോയിൽ ഡ്രെയിനേജ് അക്രോസ് ആയിട്ട് വരുന്ന കേസസുകൾ മാക്സിമം ഒഴിവാക്കുക. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, ദ അലൈൻമെൻറ്റ് ഓഫ് കനാൽ ഓൺ വാട്ടർ ഷെഡ് ബീങ് ദ മോസ്റ്റ് എക്കണോമിക്കൽ ഈസ് പ്രിഫേർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു മോസ്റ്റ് എക്കണോമിക്കൽ കനാൽ എന്ന് പറയുന്നത് റിഡ്ജ് കനാലാണ്, ദറ്റ് ഈസ് അലോങ് ദ വാട്ടർ ഷെഡ്. ദ ലെങ്ത് ഓഫ് മെയിൻ കനാൽ ഷുഡ് ബി മിനിമം. മെയിൻ കനാലിൻ്റെ ലെങ്ത്ത് വളരെ മിനിമം ആയിരിക്കണം. മെയിൻ കനാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് കപ്പാസിറ്റി കൂടുതലായിരിക്കും, കൂടുതൽ എക്സ്കവേഷൻ ലൈനിങ് കോസ്റ്റുകളൊക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ മെയിൻ കനാലിൻ്റെ ലെങ്ത്ത് ഏറ്റവും മിനിമം ആക്കണം. മെയിൻ കനാലിൽ നിന്ന് പറഞ്ഞാൽ സോഴ്സിൽ നിന്ന് വരുന്ന ഫസ്റ്റ് കനാൽ, മെയിൻ സോഴ്സിൽ നിന്ന് വരുന്ന ഡിസ്ട്രിബ്യൂട്ടറിലേക്കൊക്കെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന കനാൽ, അതാണ് മെയിൻ കനാൽ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഷുഡ് ബി മിനിമം. ദ കോണ്ടൂർ അലൈൻമെൻറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ടു എ മിനിമം. ഇനി കോണ്ടൂർ കനാലാണ് റണ്ണെങ്കിൽ കൂടെ തന്നെ ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ വരുന്നത് മാക്സിമം കുറയ്ക്കുന്ന രീതിയിൽ കോണ്ടൂർസ് നമുക്ക് അലൈൻമെൻറ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ആ ഒരു രീതിയിൽ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്രോസ് ഡ്രെയിനേജ് വർക്ക് നമുക്കറിയാം, കോണ്ടൂർ കനാൽസ് നമുക്കറിയാം. ക്രോസ് ഡ്രെയിനേജ് വർക്കിന് ഡ്രെയിനേജ് ഫ്ലോൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കോണ്ടൂർ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട് കോണ്ടൂർ കനാൽസിന്. അപ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് ചെറിയ രീതിയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ക്രോസ് ഡ്രെയിനേജ് വർക്കുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് പോയിൻറ്റ്, ദ അലൈൻമെൻറ്റ് ഷുഡ് അവോയ്ഡ് വില്ലേജസ്, റോഡ്സ്, പ്ലേസസ് ഓഫ് വർഷിപ്പ് ആൻഡ് അതർ വാല്യുബിൾ പ്രോപ്പർട്ടീസ്. കനാൽ അലൈൻ ചെയ്യുന്ന ഡയറക്ഷനിൽ വില്ലേജസ്, റോഡുകൾ, പള്ളികൾ, അമ്പലങ്ങൾ, അതേപോലെ വാല്യുബിൾ പ്രോപ്പർട്ടീസൊക്കെ വരികയാണെങ്കിൽ ആ ഒരു ഡയറക്ഷനിൽ കനാൽ അലൈൻ ചെയ്യാതിരിക്കുക. ദെൻ അലൈൻമെൻറ്റ് ഷുഡ് ഇൻവോൾവ് മിനിമം ഡെപ്ത് ഓഫ് കട്ടിങ് ആൻഡ് മിനിമം ഡെപ്ത് ഓഫ് ഫില്ലിംഗ്. കനാൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്കവേഷൻ വേണ്ടി വരും, കട്ടിങ് വേണ്ടി വരും,
അതേപോലെ ഫില്ലിങ് വേണ്ടി വരും. അപ്പോൾ മിനിമം ഡെപ്ത് ഓഫ് കട്ടിങ്ങും മിനിമം ഡെപ്ത് ഓഫ് ഫില്ലിങ്ങും വരുന്ന രീതിയിൽ കനാൽ അലൈൻ ചെയ്യുക. കനാൽ അലൈൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഉണ്ടാകും. കനാൽ അലൈൻമെൻറ്റിന് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഉണ്ടാവും. അതിൽ മിനിമം കട്ടിങ് ആൻഡ് ഫില്ലിംഗ് വരുന്ന ഡയറക്ഷൻ സെലക്ട് ചെയ്യാം. ദ നമ്പർ ഓഫ് അക്യൂട്ട് കർവ്സ് ഷുഡ് ബി മിനിമം. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിയിൽ കുറവുള്ള കർവുകൾ, കനാലിൽ ടേണിങ്സുകൾ വരും, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ടേണിങ്സുകൾ ഉണ്ടാവും. അപ്പോൾ 90 ഡിഗ്രിയിൽ കുറവുള്ള അക്യൂട്ട് കർവുകൾ മാക്സിമം ഒഴിവാക്കുക. ദെൻ ദ അലൈൻമെൻറ്റ് ഷുഡ് നോട്ട് ബി മെയ്ഡ് ഇൻ റോക്കി, ബ്രാക്കിഷ് ഓർ ക്രാക്ക്ഡ് സ്ട്രാറ്റ. അപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് റോക്ക് പാറയിലൂടെയൊക്കെയുള്ള കനാൽ അലൈൻമെൻറ്റ്, അതേപോലെ ബ്രാക്കിഷ് എന്ന് പറഞ്ഞാൽ സലൈനിറ്റിയുള്ള സോയിലാണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ അതല്ലെങ്കിൽ ക്രാക്ക്ഡ് സ്ട്രാറ്റിലൂടെയൊക്കെ കനാൽ അലൈൻ ചെയ്യാതിരിക്കുക. റോക്കാവുന്ന സമയത്ത് കട്ടിങ് വളരെ കോസ്റ്റ്ലിയാണ്. റോക്ക് കട്ടിങ്സ് ഒക്കെ വളരെ കോസ്റ്റ്ലിയാണ്. ബ്രാക്കിഷ് എന്ന് പറയുന്ന നേരം കനാൽ വാട്ടറിൽ സലൈനിറ്റി വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ക്രാക്ക്ഡ് സ്ട്രാറ്റ എന്ന് പറയുന്ന നേരം സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വാട്ടർ ലോസ് ഉണ്ടാവും, സീപ്പേജ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കനാൽ അലൈൻ ചെയ്യുന്ന സമയത്ത് ഇത്രയും പോയിൻറ്റ്സുകൾ ശ്രദ്ധിക്കാം. ഓക്കെ.